ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ പുറത്തൊക്കെ ഇറങ്ങി എൻ്റെ ചെറിയൊരു ഗാർഡനാണ് ഇതൊക്കെ. എൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ നോക്കും. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഇന്നൊരു കുറച്ചൊരു ശമനമുണ്ട് മഴയ്ക്ക്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇതൊക്കെ ഒന്ന് നോക്കുകയാണ്. ചെടികളൊക്കെ മഴ പെയ്ത് ആകെ ഒരു കഥയായി കിടക്കുകയാണ് കേട്ടോ ഈ ചെടികളൊക്കെ. അപ്പോൾ ഇതാ നമ്മളിതൊക്കെ നോക്കണ നേരം കൊണ്ട് നമ്മളെ കുഞ്ഞിപ്പാത്ത് എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് ഒരു മിറർ വീഡിയോ ഒക്കെ എടുത്ത് അവളെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. രാവിലെ നേരത്തെ എണീക്കും ആൾ. അപ്പോൾ എൻ്റെ കൂടെ കിച്ചണിലേക്കൊക്കെ വരും, അവിടെ ഇരുന്ന് അങ്ങനെ കളിക്കാറാണ്. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിലേക്ക് പോയിട്ട് വേഗം തന്നെ ചായ വെച്ചു. ചായക്ക് പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ നമ്മൾ വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതേ കുഞ്ഞിപ്പാത്തുവിനെ ഞാൻ താഴ്ത്തിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതങ്ങനെ കളിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവളെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കണ്ട സന്തോഷമാണ് ആൾക്ക് ഈ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ആളിതുപോലെ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ കളിക്കൂട്ടോ. അടുക്കളയിലൊക്കെ ഇരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കളിക്കും. പിന്നെ വിശന്നാൽ കരയും, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ചോളും ആൾ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നല്ല ആവോലിയും ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞണ്ട് നല്ല കറി വെക്കാൻ വേണ്ടിയിട്ടും ആവോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പം നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ മോൻക്ക് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടൊരു വർക്ക് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഡി ലെറ്റർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ മിനി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മളൊക്കെ ചായ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതേ അടുപ്പത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഞണ്ട് കറിക്കുള്ള പ്രിപ്പറേഷനും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതവിടെ കിടന്ന് തിളച്ച് നല്ല സെറ്റായി വരണം. അപ്പം നമ്മുടെ അയൽവാസി നമുക്കൊരു ബട്ടർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നല്ല പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഷേക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മത്തൻ്റെ ഇല ഉപ്പേരിയും ആവോലി ഫ്രൈയും മാങ്ങ ഉപ്പിലിട്ടതും ഞണ്ട് കറിയൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അതാ ഉച്ചയായി കഴിഞ്ഞാൽ ഇവരെ കിടത്തി ഓർക്കലാണ് വലിയ ടാസ്ക്. ഈ 2 പേരെയും കിടത്തി ഓർക്കും, നമ്മളും ഒന്ന് വിശ്രമിക്കും. അപ്പോൾ പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ നാളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ അത് അതിന് മുന്നായിട്ട് ഞങ്ങൾ ഇതുപോലെ ചിലപ്പോൾ പുറത്തൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇതാ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ 2-3 ആവശ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് നമ്മളിതാ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി വന്നു, വണ്ടിയിൽ കയറി പോവുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതാ നമ്മൾ തിരൂർക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. തിരൂർ എത്തിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ കുഞ്ഞിപ്പാത്തുവിന് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ ഉമ്മ ഒരു പെർഫ്യൂമിൻ്റെ അഡിക്റ്റാണ്. അപ്പോൾ പിന്നെ എത്ര പെർഫ്യൂം കിട്ടിയാലും അത് മതിയാവില്ല. അപ്പം ആൾക്കുള്ള പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ പോസ്റ്റാണ്. അപ്പം ഞങ്ങൾ 3 കൂടി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ചിക്കിങ്ങിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഓർഡർ ചെയ്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഫുഡൊക്കെ കിട്ടിയത്. അപ്പോൾ ആ നേരം കൊണ്ട് ഇതാ അവനവൻ്റെ പ്ലേ ഏരിയയിൽ പോയിട്ട് അത്യാവശ്യം നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ടായിരുന്നു കളിച്ചിട്ട്. എന്നിട്ടൊന്നും ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്നും കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ല ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവനാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ആൾ. ഈ ഒരു ഫുഡിൻ്റെ മെയിൻ ആൾ ഇവനാണ്. ഇവന് കണ്ടില്ല, ഇവന് കഴിക്കണത് കണ്ടില്ല. എല്ലാന്നുണ്ടെങ്കിൽ ഫുഡൊന്നും വേണ്ട, ഇതാണെന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ. അങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടു. പിന്നെ നമ്മൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കിടക്കാൻ ഓർത്തു. അപ്പോൾ ഇതാ കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.